ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം, ലെസ്ബിയൻ എന്നൊക്കെ പറയുന്നത്. ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോൾ പുതിയൊരു പദപ്രയോഗമാണ്. വലിയ താമസമില്ലാണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് വളരെ പ്രചാരമേറാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സംഗതി. ഈ ഹോബോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അലഞ്ഞു തിരിയുക എന്നുള്ളതാണ്. അലഞ്ഞു തിരിഞ്ഞുള്ള ലൈംഗികതയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഈ അലഞ്ഞു തിരിയുന്നവർ അലഞ്ഞു തിരിയേണ്ടി വരുന്ന സാഹചര്യം എന്താ? സ്വന്തമായി വീടില്ലാത്തത്, അല്ലെങ്കിൽ ആശ്രയിക്കാൻ മറ്റൊരു ഇടമില്ലാത്തത് കൊണ്ടാണ് അലഞ്ഞു തിരിയേണ്ടി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഏർപ്പെടുന്നവർ ചെന്ന് പറ്റുന്ന ലൈംഗിക ജീവിതം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതം, അതിനെയാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രയോഗം പാശ്ചാത്യ നാടുകളിൽ ആണ് തുടങ്ങിയത്. ഇന്റർനെറ്റ് അവിടെയാണല്ലോ ആദ്യം പ്രചാരം നേടിയത്. അപ്പോൾ അവിടെ ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അതായത് സ്ത്രീക്കും പുരുഷനും പരസ്പരം പരിചയപ്പെടാനും ചിലപ്പോൾ അടുത്തിടപഴകാനും ചിലപ്പോൾ കുറച്ച് ഒരുമിച്ച് താമസിക്കാനും ഒക്കെയുള്ള വ്യവസ്ഥയാണ് ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. വിവാഹത്തിന് മുമ്പുള്ള ജീവിതം അതൊക്കെ ഇപ്പോഴല്ലേ, പണ്ട് കാലത്ത് അതൊന്നുമില്ല. പരസ്പരം കണ്ടുമുട്ടുക, സംസാരിക്കുക, ചിലപ്പോൾ കുറച്ച് സമയം ഒരുമിച്ച് ചെലവഴിക്കുക, ചിലപ്പോൾ ഒരുമിച്ചൊരു മുറിയിലായിരിക്കാം. പക്ഷെ അതൊക്കെ വിവാഹത്തിന് മുമ്പുള്ള പരസ്പര സമ്മതപ്രകാരമുള്ള പരിപാടിയാണ് ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു പടി കൂടി മുന്നോട്ട് പോയപ്പോൾ അവർ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ ഈ ഹോമോ എന്ന് പറയുന്ന സംഗതി തന്നെ. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമുക്ക് പോകാനൊരു ഇടമില്ലെങ്കിൽ നമ്മൾ ഒരാളുടെ സഹായം തേടുക. അതായത് അവർ താമസിക്കുന്ന വീട്ടിൽ അവരോടൊപ്പം താമസിക്കുക, അവരുടെ ചിലവിൽ കഴിയുക. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കടന്നു കയറുക, ഒരുമാതിരി പരാത ജീവികളെ പോലെ ജീവിക്കുക, അവരെ ആശ്രയിച്ച് കഴിയുക. ഇതാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഈ സംഗതി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരമാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാർവത്രികമായിക്കൊണ്ടിരുന്നത് ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സങ്കല്പമാണ്. പക്ഷെ ലിവിങ് ടുഗദറിൽ രണ്ട് കക്ഷികളും, അത് സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഇപ്പോൾ സ്വർഗമായിട്ടുള്ളവരും ലിവിങ് ടുഗദറിൽ കഴിയുന്നുണ്ട്. അവർ രണ്ടുപേരും ഈ ലിവിങ് ടുഗദറിന്റെ സങ്കല്പം തന്നെ ഏറിയ പങ്കും തുല്യ സോഷ്യൽ സ്റ്റാറ്റസോ തുല്യ എക്കണോമിക് സ്റ്റാറ്റസോ ഉള്ളവരാണ് ഏറിയ പങ്കും ലിവിങ് ടുഗദറിൽ അല്ലെങ്കിൽ സമാനമായ ജീവിത സാഹചര്യങ്ങളുള്ളവരായിരിക്കും, സമാന ചിന്താഗതി ഉള്ളവരായിരിക്കും ലിവിങ് ടുഗദറിൽ കഴിയുക. അവർ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നില്ല, ഒരു വിവാഹബന്ധം അവർ തമ്മിലില്ല. ചിലപ്പോൾ കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കും, ചിലപ്പോൾ അത് ജീവിതകാലം മുഴുവനും ആകും, ചിലപ്പോൾ ആ ബന്ധത്തിൽ അവർക്ക് കുട്ടികളുണ്ടാകും. പക്ഷേ ഇതൊന്നും നമ്മുടെ നിലവിലെ നാട്ടിൽ ഉള്ള നിയമ വ്യവസ്ഥകൾ അവർക്ക് ബാധകമല്ല. ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സംഗതികൾക്കൊന്നും ഈ നിയമപരിരക്ഷയില്ല. നമുക്ക് ആ കാര്യത്തിൽ ഒരാളെയും നമുക്ക് നിയമപരമായി ചോദ്യം ചെയ്യാനും പറ്റില്ല. അതിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് ഇപ്പോൾ വരികയാണ് ഹോമോസെക്ഷുവാലിറ്റി. ഇവിടെ ഒരാൾ പൂർണ്ണമായും മറ്റൊരാളുടെ ആശ്രിതരായി കഴിയേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഹോമോസെക്ഷുവാലിറ്റിയുടെ ഇരകളായി പോകുന്നത് ഏറിയ പങ്കും സ്ത്രീകളായിരിക്കും. കാര്യം ഈ വൈകാരികമായ അടുപ്പം പുരുഷന്മാരെക്കാൾ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ്. ആ ഒരു ബന്ധത്തിൽ ശൈഥില്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ അത് അതിജീവിക്കാനായിട്ട് പാടുപെടുന്നതും സ്ത്രീകളായിരിക്കും. കാര്യം അവരുടെ മാനസിക നില സങ്കീർണമായ മാനസിക നില അവർക്കുള്ളത് കൊണ്ട് തന്നെ പുരുഷന്മാർ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് എന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞത്. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. മാനസികമായി തകർന്നു പോയി ആത്മഹത്യാ നിരക്കുകളിൽ ഏറിയ പങ്കും പുരുഷന്മാരാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. ഇത്തരത്തിൽ സാമൂഹികമായ ഒറ്റപ്പെടലും ഇത്തരം പ്രണയബന്ധങ്ങൾ തകരുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധിയുള്ളതും എന്നാൽ സ്വയം നശിക്കാനായിട്ട് തീരുമാനിക്കുന്നതിൽ ഏറിയ പങ്കും പുരുഷന്മാരാണെന്നാണ് പുതിയ കാലത്തെ കണക്ക്. എന്നാൽ ശാസ്ത്രീയമായി ഈ അതീവ വൈകാരികതയ്ക്ക് അടിമപ്പെട്ട് വിഷാദ രോഗങ്ങൾ അതേപോലെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നതിൽ ഏറിയ പങ്കും സ്ത്രീകളാണ്. അപ്പം ഇതേപോലെ ഹോമോസെക്ഷുവാലിറ്റിയിൽ നമ്മൾ ഒരാളെ ആശ്രയിച്ച് കഴിയുക, നമ്മൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് അവരെ പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ വിശ്വസിപ്പിക്കുന്നത് നമ്മൾ അവരുമായിട്ട് അഗാധമായ പ്രണയബന്ധത്തിലാണ്, അല്ലെങ്കിൽ സൗഹൃദത്തിലാണ്, അല്ലെങ്കിൽ വൈകാരിക അടുപ്പമാണ് നമ്മൾ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഒപ്പം കൂടി അവരുടെ ആനുകൂല്യങ്ങൾ നമ്മളും പറ്റുക. അതൊന്നുകിൽ അവരുടെ വരുമാനത്തിൻ്റെ ഒരു വീതമാകാം, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനൊരിടമാകാം. ഇത്തരത്തിലുള്ളതാണ് ഹോമോസെക്ഷുവാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഈ സാധനം പ്രചാരം വരാൻ കാരണം ഇന്ത്യയിലെ ഏറിയ പങ്കും യുവാക്കൾ സ്വയജീവിതത്തിനായി തൊഴിൽ തേടി പോകുന്നത് മെട്രോ നഗരങ്ങളിലേക്കാണ്. കേരളത്തിൽ പറയുകയാണെങ്കിൽ കൊച്ചി, തിരുവനന്തപുരം,
അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് വേണമെങ്കിൽ ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ തുടങ്ങിയ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിലാണ് ഏറിയ പങ്കും ഉപജീവനത്തിനായി പോകുന്നത്. അവിടെ നിവൃത്തിയില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകും. ഈ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ ഒരു താമസ സ്ഥലം കണ്ടെത്തുക വളരെ പ്രയാസകരമായ സംഗതിയാണ്. കിട്ടിയാൽ തന്നെ നമ്മുടെ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും വാടക ഇനത്തിൽ അല്ലെങ്കിൽ ഭക്ഷണ ഇനത്തിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു എളുപ്പ വഴി എന്ന നിലയിലാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് ചാടുക. ഒരാളെ കണ്ടെത്തുക, അത്യാവശ്യം നല്ല വരുമാനമുള്ള അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസമായിട്ടുള്ള ഒരാളെ കണ്ടെത്തി അവരുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുകയോ പ്രണയബന്ധം സ്ഥാപിക്കുകയോ ചെയ്ത് അവരുടെ വീട്ടിൽ കടന്നുകൂടുക. ആദ്യമൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും, വൈകാരികമായി അവരുമായിട്ട് അടുത്ത ബന്ധമുള്ളവരായിരിക്കും. പക്ഷേ അവർ നമ്മുടെ കീഴ്പ്പെട്ട് കഴിഞ്ഞു, അവരുമായി നമ്മൾ വൈകാരികമായി അവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അവരായി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരോട് കൃത്യമായ ബാധ്യതയോ അല്ലെങ്കിൽ നമ്മൾ മനസ്സ് ഉള്ളു തുറന്നുള്ള സ്നേഹമൊന്നും അല്ല പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വഞ്ചന ഇവിടെ നടക്കും. അതായത് ഇത് തുല്യമായ പങ്കുവെക്കൽ എന്ന് പറയുന്ന സംഗതി ഉണ്ടാകില്ല. പൂർണ്ണമായും അവരുടെ ഔദാര്യങ്ങൾ പറ്റി പേരിനെന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു പുരുഷനാണ് ഒരു സ്ത്രീയുടെ ഔദാര്യം പറ്റി അവരുടെ വീട്ടിൽ കഴിയുന്നതെന്ന് കരുതുക. ആദ്യഘട്ടങ്ങളിലൊക്കെ തുല്യ പങ്കാളിത്തം എന്ന് കരുതി വീട്ടുജോലിയിൽ സഹായിക്കലോ അല്ലെങ്കിൽ അവരുടെ കാറ് കഴുകിയിടലോ അത്തരം പരിപാടികൾ ചെയ്യുന്ന പുരുഷൻ ഇത്തരം റിലേഷൻഷിപ്പിൽ പിന്നീട് അത് അധികാരം സ്ഥാപിക്കലാകും, ഇതിൽ നിന്നൊക്കെ വിയോജിക്കലാകും, വിട്ടുനിൽക്കലാകും, പ്രതിഷേധമാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ആ പങ്കാളി പോകും. ഇത്തരം വിഷാദ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ മാനസിക നില തെറ്റുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ വരുന്ന ഒരു കണക്ക് പ്രകാരം, പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ നഗരങ്ങളിൽ പൊതുവെ നമ്മുടെ താമസിക്കാനുള്ള ജീവിത ചെലവ് എന്ന് പറയുന്നത് മുൻ വർഷത്തെക്കാൾ 14% വർധനവുണ്ടായിട്ടുള്ളതാണ് കണക്ക്. അത് പ്രത്യേകിച്ച് ഈ വസ്തുവില, സ്ഥലത്തിൻ്റെ കാര്യമാണെങ്കിൽ മുൻകാലങ്ങളെക്കാൾ 8 മടങ്ങോളം വർദ്ധിച്ചു എന്നുള്ളതും കണക്കുകളിൽ പറയുന്നു. അത് ഈ മാർച്ച് 2025 ആ കണക്ക് പുറത്തുവിട്ടത്. മാർച്ച് 2025 കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം ഇതേ സാഹചര്യത്തിലേക്കാൾ ഏതാണ്ട് 8 മടങ്ങോളം നമ്മുടെ സ്ഥലത്തിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ഈ ഫ്ലാറ്റുകൾ അതേപോലെയുള്ള താമസ സൗകര്യങ്ങളാണ് തേടുന്നതെങ്കിൽ അതിന് 6.5% വില കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഡൽഹി അതേപോലെ ബാംഗ്ലൂർ അതേപോലുള്ള നല്ല മെട്രോപൊളിറ്റൻ സിറ്റി നമ്മൾ പറയുമല്ലോ, അത്തരം സ്ഥലങ്ങളിലൊക്കെ ഡിമാൻഡ് കൂടുന്നത് ഈ ഒരു കിടപ്പുമുറിയുള്ള ഫ്ലാറ്റുകൾക്ക് വൻ ഡിമാൻഡാണ്. 1 BHK അപ്പാർട്ട്മെൻറ്റുകൾക്ക് വൻ ഡിമാൻഡാണ്. കാരണം ഈ തൊഴിൽ തേടി എത്തുന്നവർക്ക് താമസിക്കാനുള്ള ഇടം എന്ന രീതിയിൽ അത്തരം താമസ സ്ഥലങ്ങളുടെ വിലയും കൂടുന്നുണ്ട്, അതിൻ്റെ ആവശ്യകതയും കൂടുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഇത്തരം ബന്ധങ്ങളും കൂടുന്നുണ്ട്. അതിലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായിരിക്കും ഇതിൻ്റെ ഇരകളായിട്ട് മാറുക എന്നുള്ളത്. ഡിയോലൈറ്റ് എന്ന് പറയുന്ന ഒരു ജേണൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഈ ജെൻസി എന്നുള്ളതാണല്ലോ പുതുതലമുറയെ വിളിക്കുക, അവരെയും ഈ മില്ലേനിയൽ എന്ന് പറയുന്ന ആ വിഭാഗത്തെയും താരതമ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇവരിൽ 50% പേരും, ഇതിൻ്റെ ഏതാണ്ട് പകുതിയോളം തന്നെ എന്ത് വരുമാനം കിട്ടുന്നു അതനുസരിച്ച് ജീവിക്കുന്നവരാണത്രേ. അപ്പോൾ അതനുസരിച്ചാണ് അവരുടെ ജീവിതക്രമം നിശ്ചയിക്കുന്നത്. അതുമാത്രമല്ല, ഇവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 40% ചെലവഴിക്കുന്നത് ഈ വീട് അല്ലെങ്കിൽ താമസ സൗകര്യങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ചെലവ് നമ്മുടെ ഡൽഹി, മുംബൈ അതേപോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വരികയാണെങ്കിൽ 40 എന്നുള്ളത് 48% പോകും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയോളം നമ്മൾ താമസ സ്ഥലത്തിന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, താമസം ഭക്ഷണം വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴിയായിട്ടാണ് ഈ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കിതൊരു പുതിയ പദമായിട്ട് തോന്നും. വലിയ താമസമില്ലാണ്ട് ഇത് നമ്മുടെ നാട്ടിലും സർവ്വസാധാരണമാകും.